ഇപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യനെ സ്വീകരിക്കുകയാണ്. ജന്മനാട് സ്വീകരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായി കോട്ടയത്തേക്ക് വന്നതായിരുന്നു. അദ്ദേഹത്തിന് നൽകിയ സ്വീകരണമാണ് നമ്മൾ കണ്ടത്. ഗോകുലുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഗോകുൽ, അങ്ങനെ കേന്ദ്ര സഹമന്ത്രി അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് കോട്ടയത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, സന്ദർശനം സംബന്ധിച്ച വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായി പുതിയ നിയോഗത്തിന് ശേഷം ആദ്യമായിട്ട് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ജോർജ് കുര്യൻ. ഇവിടെ നിന്ന് പോയ സാഹചര്യമല്ല. അദ്ദേഹം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ മറ്റ് കാര്യകർത്താക്കളെപ്പോഴൊപ്പം തന്നെ ഇവിടുന്ന് പോയതാണ്. പക്ഷേ ഒരു സർപ്രൈസ് തീരുമാനം അദ്ദേഹത്തെ കാത്ത് ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഒരുക്കി വെച്ചിരുന്നു. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം തിരികെ കോട്ടയത്തേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത. മടങ്ങിയെത്തുന്ന ജോർജ് കുര്യന് വലിയ സ്വീകരണമാണ് കോട്ടയത്ത് BJP പ്രവർത്തകർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിനു ശേഷം അദ്ദേഹം നേരെ കോട്ടയത്തെ ഈ പരിപാടി സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. കോട്ടയത്ത് KPS ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു സ്വീകരണ പരിപാടി BJP പ്രവർത്തകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ കോട്ടയത്തെത്തിയ അദ്ദേഹം കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള അക്ഷരശില്പത്തിൽ പുഷ്പം അർപ്പിച്ചതിന് ശേഷമാണ് ആ പരിപാടിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നുള്ള ഉത്തരവാദിത്വത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ പുതിയ നിയോഗം കോട്ടയത്തിന് തന്നെ വലിയ മാറ്റങ്ങൾക്കും കോട്ടയത്തിന്റെ വികസനത്തിനും ഒക്കെ തന്നെ സഹായകമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ BJP പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തന്നെ പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം BJPയുടെ ഒരു വളർച്ച കൂടി അദ്ദേഹത്തിന്റെ പുതിയ നിയോഗത്തോടു കൂടി BJP ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ഒരു സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവാദിത്വം കൂടി ജോർജ് കുര്യന് മേൽ വരികയാണ് എന്നുള്ളതാണ് പുതിയ ചുമതല. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ വികസന വകുപ്പ് മന്ത്രി കൂടിയിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മറ്റ് മതവിഭാഗം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗം അടക്കമുള്ള ആളുകളെ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ ചുമതലയ്ക്കുണ്ട് എന്നുള്ളതാണ് BJP പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ആ നിലയ്ക്കൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് BJP പ്രവർത്തകർ വിലയിരുത്തുന്നത്. നേരത്തെ മുതൽ തന്നെ BJPയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തെ അടുപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടായിരുന്നു ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. BJPയുടെ ദേശീയ ശരി ഗോകുൽ, പറഞ്ഞതുപോലെ പോയതുപോലെ അല്ല ജോർജ് കുര്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടി സംസ്ഥാന നേതാക്കൾക്കൊപ്പം പോയതാണ്. പക്ഷേ കേന്ദ്രമന്ത്രിയായാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായി സ്വന്തം നാട്ടിൽ കോട്ടയത്തേക്ക് വന്ന ജോർജ് കുര്യന് ജന്മനാട് നൽകിയ സ്വീകരണമാണ് പ്രേക്ഷകർ കണ്ടത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.